നമ്മൾ വാടക വീട്ടിൽ കഴിയുന്ന സമയത്ത് ഒരു രാത്രി നീ എന്റെ നെഞ്ചിൽ കിടക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നമായിരുന്നു ഒരു അനാഥാലയം തുടങ്ങാന്നത്. ആ സ്വപ്നത്തിനാണ് ഇന്ന് നമ്മൾ തറക്കല്ലിട്ടത്. ഈ ഒരു ഐഡിയ പറഞ്ഞതേ ഗൗതമായിരുന്നു. പക്ഷേ ഇപ്പൊ ഇത് എന്റെ ആവശ്യമാണെന്ന് എല്ലാവരും പറയുന്നത്. അതൊരു നല്ല കാര്യമല്ലേ? അതിന്റെ ക്രെഡിറ്റ് നിനക്ക് തന്നെ ഇരുന്നോട്ടെന്നേ. പക്ഷേ അനാഥാലയം തുടങ്ങാനുള്ള പ്രോപ്പർട്ടി വാങ്ങുമ്പോ അത് എന്റെ പേരിൽ വാങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രോപ്പർട്ടി നിന്റെ പേരിൽ വാങ്ങുന്നെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഉത്തരവാദിത്തങ്ങളും നീ വേണം നോക്കി നടത്താൻ. ഞാൻ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നില്ല. ദേ ഗൗതം, ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല. അവസാനം എന്നെ തനിച്ചാക്കിയിട്ട് മുങ്ങിക്കളയരുതേ. ഈ പെണ്ണിനെ എന്നെങ്കിലും എവിടെയെങ്കിലും തനിച്ചാക്കിയിട്ട് ഞാൻ പൊയ്ക്കളയോ? കൂടെ തന്നെ ഉണ്ടാവും എന്നും എപ്പോഴും. എന്റെ സുന്ദരി. മതി മതി മതി. അല്ല നീ, നമ്മുടെ അനാഥാലയത്തിനിടാൻ ഒരു നല്ല പേര് വേണമല്ലോ. കാരുണ്യ അനാഥാലയം എങ്ങനെയുണ്ട് ആ പേര്? ആഹാ, ചോദിച്ച് കഴിയും മുമ്പേ ഉത്തരം കിട്ടിയല്ലോ. നീ ഒരു 2 ദിവസം ആലോചിക്കുന്ന ഞാൻ കരുതിയത്. പക്ഷേ ഇത്ര പെട്ടെന്ന് ആ പേര് എവിടെ നിന്ന് കിട്ടി? ഗൗതം പറഞ്ഞ അനാഥാലയത്തിന്റെ പേര് കാരുണ്യ അനാഥാലയം എന്നാണ്. ആ പേര് തന്നെയല്ലേ ഗൗതം തുടങ്ങുന്ന അനാഥാലയത്തിന് വിടേണ്ടത്. എന്തേ ആലോചിക്കുന്നത്? ഈ കാരുണ്യ അനാഥാലയം എന്ന പേര് എവിടെ നിന്ന് കിട്ടിയെന്ന്? അതിനിപ്പോ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഗൗതം. കഷ്ടപ്പെടുന്നവരോട് കരുണ കാണിക്കുന്ന ഇടമാവുമ്പോ അതിന് കാരുണ്യ എന്നുള്ള പേര് തന്നെയല്ലേ ഏറ്റവും യോജിക്കുന്നത്.